ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേൾക്കുക. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ എന്റെ എക്സ്പീരിയൻസ് മനസ്സിലായ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതായത് പുതിയ ബ്രാൻഡുകൾ വരുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ബ്രാൻഡുകൾ ചെയ്യുന്നത് കാണുമ്പോൾ കൃത്യമായിട്ട് മറ്റ് ബ്രാൻഡുകൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും ഇത് ചെയ്യാന്നുള്ള ഒരു പ്രവണത, ഒരു എടുത്തുചാട്ടം പല ബ്രാൻഡ്സിലും നമ്മൾ കാണാറുണ്ട്. ചെറിയ ചെറിയ പല ബ്രാൻഡ്സിലും ഇത് കാണാറുണ്ട്. അല്ലെങ്കിൽ ലോഞ്ചിങ്ങിന്റെ സമയത്ത് ഒരു ഇൻഫ്ലുവൻസർ കൊളാബ് വീഡിയോ, ഇങ്ങനെയൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. ശരിയാണ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. പക്ഷെ കൃത്യമായ ഫൗണ്ടേഷൻ ഇല്ലാതെ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇപ്പോൾ ഒരിക്കലും അത്ര ചീപ്പ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതൊരു സിംഗിൾ കൊളാബറേഷന് ഏകദേശം തൗസൻഡ്സ് മുതൽ ലാക്സ് വരെ വാങ്ങുന്ന ഇൻഫ്ലുവൻസേഴ്സ്. ഈയിടെ എനിക്ക് ഫീൽ ചെയ്തൊരു അനുഭവം ഞാൻ പറയാം. അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരു ലോക്കൽ റെസ്റ്റോറന്റ് നല്ലൊരു ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ട് വീഡിയോ ചെയ്തു. കോണ്ടന്റും റീച്ചും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അവരുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തു നോക്കി. അവിടെ ആകെ ഉണ്ടായിരുന്ന ഏകദേശം ഒരു 4-5 പോസ്റ്റുകൾ മാത്രം. ഇൻഫ്ലുവൻസർ ഇട്ട ആ റീലിന് നല്ല റീച്ച് ഉണ്ട്. അത് ആ പേജിൽ 4-ാമത്തെ 5-ാമത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ റീലായിരുന്നു. അവിടെ ഹൈലൈറ്റ്സ് പ്രോപ്പർ ആയിട്ടില്ല, ബ്രാൻഡിന്റെ സ്റ്റോറി ഇല്ല, കസ്റ്റമർ റിവ്യൂസ് ഇല്ല, സർവീസസ് പോലും പക്കയായിട്ട് അല്ലെങ്കിൽ ബയോ പോലും ഒന്നും നേരെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഒരു 1000 പേര് ആ ഒരു പേജിൽ വന്നാലും അവിടെ ഒരു ട്രസ്റ്റ് സിഗ്നൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു 40,000-50,000 മുടക്കിയിട്ട് അവർ ചെയ്ത ആ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ റിസൾട്ട് എന്തായിരിക്കും നിങ്ങളും ചിന്തിച്ചു നോക്കിയാൽ. ഇതൊരു തിയറി മാത്രമല്ല, ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഞാൻ ചെയ്ത ഒരു ക്യാമ്പയിന്റെ കഴിഞ്ഞ ഇയറിൽ ഒരു റീറ്റെയിൽ ബ്രാൻഡുമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് അവരുടെ മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഫ്രീലാൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അവർ പറഞ്ഞ ഒരു ഐഡിയ ആയിരുന്നു നമുക്കൊരു ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻ പ്ലാൻ ചെയ്യാന്നുള്ളത്. സോ നമ്മൾ ഏകദേശം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സിൽ നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസറുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അവർ ഒരു വീഡിയോന് ഏകദേശം പേ ചെയ്തത് 1.15 lakhs ആണ്. നിങ്ങൾ ഓർക്കണം, 1.25 ലക്ഷം രൂപയാണ്. ആ കൊളാബറേഷൻ നന്നായിരുന്നു, വീഡിയോക്ക് നല്ല വ്യൂസ് കിട്ടി, നല്ല റീച്ച് കിട്ടി, എല്ലാം കിട്ടി. പക്ഷെ അവര് പ്രതീക്ഷിച്ച ഒരു സെയിലോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു റിസൾട്ടോ ആ കൺവേർഷൻസ് നമുക്ക് വളരെ കുറവായിരുന്നു. കാരണം ആ ഒരു പേജിൽ ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞിരുന്നു, നമുക്ക് ഇൻഫ്ലുവൻസർ ക്യാമ്പയിന് ഒരു 2 and 3 months കഴിഞ്ഞിട്ട് നമുക്ക് പേജ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു ഓഡിയൻസ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ആക്കിയിട്ട് ചെയ്യാന്നുള്ളത്. കാരണം ആ വരുന്ന കസ്റ്റമറിന് അല്ലെങ്കിൽ വരുന്ന ഓഡിയൻസിന് ആ ഒരു പേജിൽ പ്രോപ്പർ ആയിട്ടുള്ള സംഭവങ്ങൾ അവരെ കൺവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വിജയിക്കും. സംഭവത്തിന് എനിക്ക് മനസ്സിലായ കാര്യം, ഇൻഫ്ലുവൻസേഴ്സിന് ശ്രദ്ധ കൊണ്ടുവരാനേ പറ്റും. അത് കസ്റ്റമേഴ്സ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊഫൈൽ തന്നെ വിചാരിക്കണം. അപ്പൊ ഇതുപോലത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഇൻസൈറ്റ്സിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. അതുകൊണ്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 10 to 20 ക്വാളിറ്റി പോസ്റ്റുകളെങ്കിലും വേണം. നിങ്ങളുടെ സർവീസസ്, നിങ്ങളുടെ ഹോട്ടലാണെങ്കിലും മെനു ടൈപ്പ് ഓഫ് സംഭവങ്ങൾ, കസ്റ്റമർ റിവ്യൂസ്, ഹൈലൈറ്റ്സ് പ്രോപ്പർ ആക്കി വെക്കുക, ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഇടാം. ഇതൊക്കെ കണ്ട ഒരാൾ പ്രൊഫൈലിൽ വരുമ്പോൾ ഒരു 10-15 സെക്കൻഡിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 5-10 സെക്കൻഡ്സിനുള്ളിൽ തന്നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കുന്ന കാശ് വെറുതെ ആയി പോകും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെ, സത്യമാണ്. പക്ഷെ നിങ്ങളുടെ ബേസ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാം പേജ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. എന്നിട്ട് ഈ ഒരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടൂ.